അസ്സലാമു അലൈക്കും. ബുദ്ധിമാനായ ആട്, അതാണ് നമ്മുടെ കഥയുടെ പേര്. ഒരിക്കൽ ഒരു ആട് വഴി തെറ്റിക്കാട്ടിലെത്തി. കാടിൻ്റെ പച്ചപ്പ് കണ്ട് ആടിന് വല്ലാത്ത കൗതുകം തോന്നി. ഹായ്, എന്തു ഭംഗിയ! കാട്ടിൽ നിറയെ ഇളം പുല്ലുകൾ. പുല്ലും തിന്ന് വയറും നിറഞ്ഞ് തല ഉയർത്തിയപ്പോൾ ആടിൻ്റെ കൊമ്പുകളിൽ ഇലകളും വള്ളികളും കുടുങ്ങി. ഇപ്പോൾ ആടിനെ കണ്ട ശരിക്കും ഒരു ഭൂതമാണെന്നേ തോന്നൂ. വല്ലാത്ത മയക്കം. അങ്ങോട്ട് കയറിയിരിക്കാം. നാട്ടിലെ ആടല്ലേ, താനിരുന്ന സ്ഥലം ഗുഹയാണെന്ന് അതുണ്ടോ അറിയുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗുഹയുടെ ഉടമസ്ഥനായ സിംഹം അവിടെ എത്തി. ഇതേതാ പുതിയ ജന്തു? ആ ഭീകരരൂപം കണ്ട് സിംഹം ആദ്യമൊന്ന് പരുങ്ങി. എന്നിട്ട് ഉറക്കി അലറിക്കൊണ്ട് ചോദിച്ചു, ഗിർ, ആരാണ് എൻ്റെ ഗുഹയിൽ? എൻ്റെ ഗുഹയിൽ കയറാൻ ധൈര്യമുള്ള മറ്റൊരാളോ? അത് കേട്ട ആട് ശരിക്കും പേടിച്ചു കേട്ടോ. എന്തായാലും മരിക്കും. ആടും രണ്ടും കൽപ്പിച്ച് ആടും ശബ്ദം വരുത്തി. അത് ചോദിക്കാൻ നീ ആരടാ? ആ ചോദ്യത്തിൽ തന്നെ സിംഹത്തിന് ധൈര്യം ചോർന്നു. ഇവനാള് ചില്ലറക്കാരനല്ലല്ലോ. സിംഹം സകല ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ഒരൊറ്റ അലറ്. ഞാനാണ് കാടിൻ്റെ രാജാവ് സിംഹം. എൻ്റെ ഗുഹയിൽ നിന്ന് വേഗം പുറത്തിറങ്ങ്. ഉടനെ ആട് ചോദിച്ചു, അപ്പോൾ നീയാണല്ലേ സ്വയം രാജാവാണെന്ന് പറഞ്ഞ് നടക്കുന്ന സിംഹം? നീ രാജാവാണെങ്കിൽ ഞാൻ ചക്രവർത്തി, സകല കാടുകൾക്കും രാജാവ്. നിന്നെ തന്നെയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഇത് കേട്ട സിംഹം പേടിച്ചു തിരിഞ്ഞോടി. എന്നാൽ ഇതെല്ലാം മരത്തിൻ്റെ പിന്നിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്നൊക്കെ സിംഹത്തിന് പിന്നാലെ ഓടി. രാജാവേ, ഒന്ന് നിന്നാലും! അങ്ങ് എങ്ങോട്ടാണ് പരാജിതനായി ഓടുന്നത്? നിൽക്കാൻ നേരമില്ല. ആ ചക്രവർത്തി എൻ്റെ കഥ അയക്കും. ചക്രവർത്തിയോ? അതേ, അങ്ങനെ ഒരു ജന്തു കയറിയിരിപ്പുണ്ട്. ഇനി കാട് രക്ഷയില്ല. രാജാവില്ലാത്തൊരു മറ്റൊരു കാര്യം ഞാൻ നോക്കട്ടെ. ഈ സിംഹത്തിന് പൊണ്ണത്തടി മാത്രമേ ഉള്ളൂ, തീരെ ബുദ്ധിയില്ല. കുറുക്കനുള്ളിൽ ഊറി ചിരിച്ചു. പ്രഭോ, അങ്ങേരെ പറ്റിച്ചതാ. വാസ്തവം എന്തെന്നറിയാൻ ഞാൻ പോയിട്ട് നോക്കിയിട്ട് വരാം. കുറുക്കരികിൽ കാൽപ്പാടുകൾ കണ്ടപ്പോൾ കുറുക്കൻ ആളെ പിടികിട്ടി. എന്നിട്ട് സിംഹത്തിനടുത്തേക്ക് തന്നെ ഓടി. രാജാവേ, അങ്ങയുടെ ഗുഹയിൽ ഒരു ആടാണ്. ആടോ? അത് നിനക്കെങ്ങനെ അറിയാം? ഞാൻ ഗ്രാമത്തിൽ നിന്ന് കുറേ ആടുകളെ മോഷ്ടിച്ചിട്ടുള്ളതാ. അങ്ങ് വന്നാലും പേടിയാണെങ്കിൽ എൻ്റെ പിന്നിലൊളിച്ചോ. ഛേ, രാജാവായ ഞാൻ ഒരു നിസാരക്കാരെ കുറുക്കൻ്റെ പിന്നിലൊളിക്കാനോ? സിംഹം പിറുപിറുത്തു. എന്നാൽ നമ്മുടെ വാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടാം. ആ ജന്തു തിന്നുകയാണെങ്കിൽ ആദ്യം എന്നെ തിന്നോണ്ടേ. അങ്ങ് വന്നാലോ? ഗുഹയ്ക്ക് മുന്നിൽ സിംഹത്തെയും കുറുക്കനെയും ഒരുമിച്ച് കണ്ടപ്പോൾ ആട് ആദ്യം ഒന്ന് പരിഭ്രമിച്ചു. പക്ഷേ അവരുടെ വാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടിയത് കണ്ടപ്പോൾ കാടിന് കാര്യം വേണ്ടി ഇവൾക്കൊരു പണി കൊടുക്കണം. ആട് മനസ്സിൽ മന്ത്രിച്ചു. ആടിൻ്റെ സൂത്രം പുറത്തിറങ്ങിയ കുറുക്കൻ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു, എപ്പ എത്തി ചക്രവർത്തി? ബുദ്ധിമാനായ ആട് വിട്ടുകൊടുത്തില്ല. കുറച്ചു നേരമായി ചങ്ങാതി, നീയാ ശരിക്കും കുറുക്കൻ. ഒരു സിംഹത്തെ തിന്നണമെന്ന് പറഞ്ഞപ്പോൾ നീ രാവിലെ തന്നെ കൊണ്ടുവന്നു. എന്നാ മടിച്ചു നിൽക്കുന്നത്? അതിനെ ഇങ്ങോട്ട് തള്ളിവിട്. അതോ ഞാൻ അങ്ങോട്ട് വരണോ? ഇത് കേൾക്കേണ്ട താമസം സിംഹം കുറുക്കന് നേരെ അലറി. ഏടാ ചതിയാ! എന്നിട്ടൊരൊറ്റോട്ടം. വാലുകൾ കൂട്ടിക്കെട്ടി കുറുക്കൻ്റെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. അത് കണ്ട ആട് ഓർത്തോർത്തി ചിരിച്ചു. കൂട്ടുകാരെ, ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശക്തിയേക്കാളും ബുദ്ധിയാണ് പ്രധാനം. അസ്സലാമു അലൈക്കും.